ഇന്നൊരു സ്വീറ്റായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കുറച്ച് മധുരം കഴിക്കാനായിട്ട് ഒരു പൂതി. അപ്പം നമുക്കൊരു അടിപൊളി കേസരി ഉണ്ടാക്കിയെടുത്താലോ? ഞാൻ ഇതിന് മുന്നേ ഒരുപാട് ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഇതിൻ്റെ ഒരു യെല്ലോ കളർ കേസരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഒന്നും എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് ഒരു ഭയങ്കര കൊതി, കുറച്ച് സ്വീറ്റ് കഴിച്ചാലോ. അപ്പം നമുക്കൊരു അടിപൊളിയായിട്ട് ഒരു കേസരി ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് പണിയൊന്നുമില്ല. പെട്ടെന്ന് ഇച്ചിരി റവ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒറ്റ ബൗളാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ചെറിയ ബൗൾസായിട്ട് പിള്ളേർക്കൊക്കെ അട്രാക്റ്റ് തോന്നിക്കാനായിട്ട് അങ്ങനെയുള്ള രീതിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിന് ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ നെയ്യാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആ നെയ്യ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് റവയാണ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത്. ഇതിൽ ചില സാധാരണ ഇതിൽ നെയ്യ് കൂടുതലായിട്ട് ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഞാനിപ്പോൾ നെയ്യുടെ ക്വാണ്ടിറ്റി ഒക്കെ വളരെ കുറച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നെയ്യൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് കാഷ്യൂ മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തു. അതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കപ്പ് റവയ്ക്ക് 1 കപ്പ് നെയ്യ് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ വെറും 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർ നെയ്യ് കൂടുതലായിട്ട് ചേർക്കാം കേട്ടോ. എന്നിട്ട് ബാക്കി ആ കാഷ്യൂ മുന്തിരിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ 1 കപ്പ് റവ ഈ ഒരു ബാക്കിയുള്ള നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ. ഈ ഒരു ടൈമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ഇതേ പാൻ തന്നെ അടുപ്പിലേക്ക് വെക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം, ഇത് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റെസിപ്പി റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ 2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇച്ചിരി റെഡ് കളർ ഫുഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഒരു പിഞ്ച്. ഇത് ഓപ്ഷനിലാണ്, ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കളർഫുൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊരു ഈ ഒരു റെഡ് കളർ ഫുഡ് കളർ ചേർക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ ഇപ്പം വീഡിയോ എടുക്കുന്നത് കൊണ്ട് ചേർത്തതാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്തതാണ്. നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ ഒന്നിക്കിൽ പ്ലെയിൻ ആയിട്ട് ആ റവയുടെ ആ വൈറ്റ് കളറിൽ തന്നെ കൊടുക്കുക. അതല്ലെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഒരു യെല്ലോ കളർ കിട്ടും. ഞാൻ വീണ്ടും ഇച്ചിരി അതിൻ്റെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയതിന് ശേഷം റവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രമേ, ലാസ്റ്റ് വീണ്ടും ഒരു ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യുടെ ടേസ്റ്റ് നല്ലതാണ്, പക്ഷെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഞാൻ നെയ്യുടെ അളവ് കുറച്ചത് കേട്ടോ. ഇങ്ങനെ നെയ്യിൽ അത്യാവശ്യം നെയ്യ് ഒഴിച്ചുണ്ടാക്കിയാലും ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാനായിട്ട് സൂപ്പറാണ്. അപ്പം നമ്മളെ ഇതിപ്പോൾ നന്നായിട്ട് ഈ നെയ്യൊക്കെ നന്നായിട്ട് റവയൊക്കെ വെന്ത് വന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് മധുരം നമ്മൾ ചേർത്തിട്ടുണ്ടായില്ല, ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനിപ്പം മധുരം കറക്റ്റ് മധുരത്തിനാണ്. ഈ ഒരു മധുരം കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ ഈ 1 കപ്പിന് പകരം ഒരു റവ കപ്പ്, ഒരു എന്തൊക്കെയാ പറയണേ, 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ സാധാരണ ഈ ഒരു റെസിപ്പിക്ക് ചെയ്യുന്നത്. ഞാനിപ്പം 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂ മുന്തിരിയും കൂടി ഇതിലിട്ടിട്ട് ഇച്ചിരി നെയ്യും കൂടെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കാം. അതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ടോട്ടലി 4 ടേബിൾ സ്പൂണ് നെയ്യ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നെയ്യൊക്കെ കുറേ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതും നല്ലൊരു ടേസ്റ്റാണ്. മധുരം വേണ്ടുന്നവർ 1 കപ്പിന് പകരം 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാട്ടോ. ഒരു ഷേപ്പൊക്കെ വേണ്ടേ, നമ്മളൊന്ന് എന്താ പറയുക,
ഇത് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ഷേപ്പൊക്കെ വേണം. നിങ്ങളുടെ കയ്യിൽ ചെറിയ ചെറിയ ബോൾസൊക്കെ ഉണ്ടെങ്കിൽ അതിലാക്കിയിട്ട് ഒന്ന് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മളിത് പറഞ്ഞ പോലത്തെ ചെറിയൊരു ബിസിനസ്സൊക്കെ നമ്മൾ ആദ്യമേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചാനലിൽ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ക്യാഷും മുന്തിരിയും ഒക്കെ വെച്ചിട്ടൊന്ന് ഒരു ചെറിയൊരു അലങ്കാരപ്പണിയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.